നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 11. ഇന്ന് സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും സാഹചര്യങ്ങൾ മോശമാകുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. കൂടാതെ എണ്ണയുടെ വിലയിലും ശക്തമായ ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നതും. ഇവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്നലെ യുഎസിന്റെ ഭാഗത്ത് നിന്നും ഇറാന് മുകളിൽ വീണ്ടും പുതിയ ആക്രമണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. മാത്രമല്ല, ഒരു ഡീലിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ ആക്രമണം ശക്തമാക്കുമെന്നുള്ള മുന്നറിയിപ്പും യുഎസ് പ്രസിഡന്റ് നൽകുകയും ചെയ്തു. എന്നാൽ യുഎസിന്റെ ഈ ഒരു നടപടിയെ തുടർന്ന് ഇറാന്റെ ഭാഗത്ത് നിന്നും ഇറാന്റെ വാർത്താ ഏജൻസിയായ മെഹർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഹോർമൂസിന്റെ പരിപൂർണമായിട്ടുള്ള അടച്ചിടലിലേക്ക് ഇറാൻ നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നതും. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എല്ലാ ഗതാഗതവും വാണിജ്യ കപ്പലുകളും എണ്ണ ടാങ്കറും ഉൾപ്പെടെ അടച്ചുപൂട്ടുവാൻ രാജ്യത്തെ ഉന്നത സംയുക്ത സൈനിക കമാൻഡർ ഉത്തരവിട്ടതായിട്ടാണ് മെഹർ റിപ്പോർട്ട് ചെയ്യുന്നതും. എന്നാൽ യുഎസ് പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ബോംബിംഗ് നിർത്തുവാൻ തന്നോട് ആവശ്യപ്പെട്ട ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായിട്ട് നേരിട്ട് ചർച്ച നടത്തിയതായിട്ട് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ വെടിനിർത്തൽ ബന്ധം സംബന്ധിച്ച അവകാശവാദം ശുദ്ധ നുണയാണെന്നുള്ള പ്രസ്താവനയാണ് ഇറാൻ നടത്തുകയും ചെയ്തത്. മാത്രമല്ല, ട്രംപിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റി 23,500 എന്ന ലെവൽ അപ്പർ സൈഡിലേക്കും 23,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഡൗൺ സൈഡിലേക്കും ബ്രേക്ക് ചെയ്യാത്തോടത്തോളം കൺസോളിഡേഷൻ ഫേസ് തുടരുവാനുള്ള സാധ്യതകളാണ് ഏറെയും. അതുകൊണ്ട് തന്നെ ഇനി നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 23,500 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഡൗൺ സൈഡിലേക്ക് 23,100 എന്ന ലെവൽ ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടിയാണെങ്കിലും ഇന്ന് നിഫ്റ്റിക്ക് 23,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബിയേഴ്സ് കൺട്രോൾ ഏറ്റെടുക്കാനുള്ള സാധ്യതകളാണ് വെച്ചു പുലർത്തുന്നതും. അതുകൊണ്ട് തന്നെ സെല്ലിംഗ് പ്രഷറും ഒരുപക്ഷെ വർദ്ധിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ യുഎസ് മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും ഒരേപോലെ കാത്തിരുന്ന പ്രധാനപ്പെട്ട ഡേറ്റയായിരുന്നു യുഎസിൽ നിന്നും റിലീസ് ചെയ്യാനിരുന്ന മെയ് മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ. ഏപ്രിലെ 3.8% നിന്നും മെയ് മാസമായപ്പോൾ 4.2% യുഎസിലെ ഇൻഫ്ലേഷനിൽ വർധനവ് രേഖപ്പെടുത്തിയത്. ഇതുമൂലം 2023 ഏപ്രിലിന് ശേഷം ഏറ്റവും ഉയർന്ന തോതിലായിട്ട് യുഎസിലെ ഇൻഫ്ലേഷൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ യുഎസിലെ ഇന്നലെ റിലീസ് ചെയ്യപ്പെട്ട ഈ ഡാറ്റ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിനെയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കുവാനും ഇടയുണ്ട്. എസ്പെഷ്യലി നാളെ വൈകുന്നേരം 4 മണിയോടുകൂടി ഇന്ത്യയുടെ മെയ് മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ വരാനിരിക്കെ ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ ആകെ വൈകുന്നേരം 6 മണിയോടുകൂടി യുഎസിൽ നിന്നും മെയ് മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള PPI ഡാറ്റയുടെ റിലീസ് മാത്രമേ നടക്കാനുമുള്ളൂ. ഇതും ഒരു പ്രധാനപ്പെട്ട ഡാറ്റ തന്നെയാണ്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് പോസിറ്റീവായിട്ട് ആരംഭം കുറിക്കുവാനും നിലനിൽക്കുവാനും സാധിച്ചെങ്കിൽ പിന്നീട് ഉച്ചതിരിഞ്ഞ് യുഎസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നതിന് മുന്നോടിയായിട്ട് നിക്ഷേപകർ പുലർത്തിയ ജാഗ്രതയെ തുടർന്നും ജിയോ പൊളിറ്റിക്കൽ കൺസേൺസിലുണ്ടായ വർധനവ് മൂലവും പിന്നീട് നേട്ടങ്ങളൊക്കെ ചോർന്നു പോയെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 2,124.98 കോടി രൂപയ്ക്ക് മാത്രമേ സെല്ലിംഗ് നടത്തുകയും ചെയ്തുള്ളൂ. ഇത് ഈ കലണ്ടർ മാസത്തിലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ തുകയ്ക്കുള്ള സെല്ലിംഗുമാണ്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3,123.95 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 2.25%, ICICI ബാങ്ക് ADRന് 1.25%-ലേറെയും നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ഡോക്ടർ റെഡ്ഡീസിന് 0.5%-ലേറെയും HDFC ബാങ്ക് ADRന് 0.5%-നടുത്തും നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്നലെ യുഎസ് മാർക്കറ്റിൽ മോശമായി വന്ന ഇൻഫ്ലേഷൻ ഡാറ്റയെ തുടർന്നും കൂടാതെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമായതിനാലും ടെക് സ്റ്റോക്കുകളിലും ശക്തമായ ഇടിവ് തന്നെ അനുഭവപ്പെട്ടു. അതിന്റെ ഒരു പ്രതിഫലനം ഇന്ത്യൻ ADR സ്റ്റോക്സുകളിൽ അനുഭവപ്പെടുകയും ചെയ്തു. ഇൻഫോസിസിന് 3.92%-ന്റെയും വിപ്രോയ്ക്ക് 2.25%-ന്റെയും ഇടിവും നേരിട്ടു.
ആയതുകൊണ്ട് തന്നെ ഇന്നൊരു പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിലും IT സ്റ്റോക്കുകൾ ശ്രദ്ധ ആകർഷിച്ചേക്കാം. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ മോശമായി വന്ന ഇൻഫ്ലേഷൻ ഡേറ്റയെ തുടർന്ന് വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനുള്ള സാധ്യതകൾ ഫെഡ് മോണിറ്ററി പോളിസിയിൽ വരുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്നതിനാലും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്നും US മാർക്കറ്റുകൾക്ക് ഇന്നലെ ശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നു. S&P 500-ന് 1.62%, നാസ്ഡാക്കിന് 1.98% നഷ്ടത്തോടു കൂടിയിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തത്. ഡോ ജോൺസ് ഫ്യൂച്ചറും നഷ്ടത്തിൽ തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് മാത്രം 0.5% നേട്ടത്തോടുകൂടി ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.5%, ജർമ്മൻ മാർക്കറ്റിന് 1% നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1.25%, കൊറിയൻ മാർക്കറ്റ് 3%-ലേറെയും നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില 2.25%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2.5%-ലേറെയും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ $2.14 ക്രൂഡ് ഓയിലിന്റെ വിലയിൽ $2.18 ഉയർച്ചയോടുകൂടി ബ്രെന്റ് ക്രൂഡ് 95.16 എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിൽ $92.21 per ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. അതേസമയം ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷവും ഗോൾഡിന്റെ വില വീണ്ടും ഇടിവ് തന്നെ തുടർന്നു. $460.64 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. 23 മാർച്ച് 2026 ശേഷം ഏകദേശം 2.25 മാസങ്ങൾക്ക് ശേഷമാണ് ഗോൾഡിന്റെ വില ഈ നിലയിലേക്ക് എത്തിച്ചേരുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 0.82 എന്ന നിലയിലും മാക്സ് പെയിൻ 23,300 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെയുണ്ടായ നേട്ടത്തിന്റെ ഫലമായിട്ട് ഇൻട്രാഡേ ബേസിസിൽ നിഫ്റ്റിക്ക് അതിന്റെ ഏപ്രിൽ മാസത്തെ റാലിയുടെ 50% ഫിബനാച്ചി റീട്രേസ്മെന്റ് ലെവൽ മറികടക്കുവാൻ സാധിച്ചെങ്കിലും, അതായത് 23,400 എന്ന ലെവൽ അത് നിലനിർത്തുവാനായില്ല. മാത്രമല്ല എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ടും ട്രേഡിംഗ് അവസാനിപ്പിച്ച് തുടരേണ്ടതായിട്ടും വന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 23,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 23,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. അതേസമയം 22,500 എന്ന സ്ട്രൈക്കിലാണ് ഫുഡ് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. മീഷോ ഫിഡലിറ്റി ഇൻവെസ്റ്റ്മെന്റ് മീഷോയിൽ നിന്ന് 988 കോടി രൂപയുടെ അഥവാ 1.13% ഓഹരികൾ വിറ്റഴിച്ചു. CMR ഗ്രീൻ ടെക്നോളജീസ്, ഗോൾഡ്മാൻ സാച്ചസ് ഏകദേശം 1%-നടുത്ത് ഓഹരികൾ സ്റ്റോക്കിൽ വാങ്ങി. ദോംസ് ഇൻഡസ്ട്രീസ് റെയ്നോൾഡ് പെന്നിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആസ്തികൾ $3.7 മില്യൺ വാങ്ങാൻ കമ്പനി പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. സിപ്ല ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ കീമോതെറാപ്പിയുടെ നട്ടെല്ലായ സിസ്പ്ലാറ്റിൻ, കാർബോപ്ലാറ്റിൻ മരുന്നുകളുടെ വില വർദ്ധിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. രാജേഷ് എക്സ്പോർട്സ് സെബിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്യില്ലെന്നും ഓഡിറ്റുമായി സഹകരിക്കുമെന്നും കമ്പനിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. SML മഹേന്ദ്ര 2026 ജൂൺ 30 മുതൽ പ്രാബല്യത്തോടെ ശ്രീ വെങ്കിട്ടരാമൻ ശ്രീനിവാസ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ CEO സ്ഥാനങ്ങൾ രാജിവെച്ചിട്ടുണ്ട്. ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് ജൂലൈ 23, 2026 കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുമെന്നുള്ള അറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. സോമനി സെറാമിക്സ് 1.8 കോടി രൂപയുടെ നിക്ഷേപം റൈറ്റ് ഇഷ്യൂ വഴി കമ്പനി അതിന്റെ അനുബന്ധ സ്ഥാപനമായ സുധാ സോമനി സെറാമിക്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അഡീഷണൽ പ്രിഫറൻസ് ഓഹരികൾ വഴി സ്വന്തമാക്കി. സി എന്റർടൈൻമെന്റ് 2,300 കോടി രൂപയുടെ മൂലധന സമാഹരണത്തിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. ഏവർക്കും നല്ലയൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.